വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസിനോട് ഗസ വിടാൻ നിർദ്ദേശിച്ച ഇസ്രായേൽ. ഹമാസിന്റെ മുതിർന്ന നേതാക്കളോടാണ് ഇസ്രായേൽ ചാരസംഘടനാ മേധാവി ഗസ വിടാൻ നിർദ്ദേശിച്ചത്. ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേൽ പാടുപെടുന്നതിനിടയിലാണ് ഇത്തരമൊരു അസാധാരണമായ നിർദ്ദേശം. ഗസയിലെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ആരെയും പിടികൂടാനോ കൊല്ലുവാനോ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. കണക്കുകൾ പ്രകാരം ഹമാസിന്റെ സൈനിക സേനയുടെ 70% ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഒക്ടോബർ 7 ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ സുരക്ഷിതമായി ഗസയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവദിക്കുന്നത് യുദ്ധബാധിത പ്രദേശങ്ങളിൽ ഹമാസിന്റെ സ്വാധീനം ദുർബലപ്പെടുത്തും. മുതിർന്ന ഹമാസ് നേതാക്കളെയെല്ലാം ദോഹ, ഖത്തർ, ലബനീസ് തലസ്ഥാനമായ ബൈറൂട്ട്, ഫലസ്തീൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. നേരത്തെ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ ബെയ്റൂട്ടിലെ ഹമാസിന്റെ കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ നിർദ്ദേശം ഹമാസ് നേതാക്കൾ അംഗീകരിക്കാൻ ഇടയില്ലെങ്കിലും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഈ നിർദ്ദേശം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലായി 2 പ്രാവശ്യമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. കഴിഞ്ഞ മാസം വാർസോയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ മേധാവി മൊസാഡ് ഡയറക്ടർ ഡേവിഡ് ബാർണിയാണ് പങ്കെടുത്തത്. ദോഹയിൽ നടന്ന ചർച്ചയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് പങ്കെടുത്തത്. ഗസയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബന്ദികളെ മോചിപ്പിക്കുവാനും യുദ്ധത്തിൽ ഒരു നീണ്ട ഇടവേള നേടാനും ശ്രമിക്കുന്ന നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ. വൈറ്റ് ഹൌസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബ്രെറ്റ് ബഗൂർക്ക് കൂടുതൽ ചർച്ചകൾക്കായി ഈ ആഴ്ച ഈജിപ്തിലേക്കും ഖത്തറിലേക്കും പോകുന്നുണ്ട്. ഇസ്രയേലും ഹമാസും അടുത്തിടെ നടത്തിയ ചർച്ചകൾ പ്രത്യാശാപരമാണ് എന്നും എന്നാൽ ഒരു കരാറ് ആസന്നമായി സംഭവിക്കുമെന്ന് തോന്നുന്നില്ല എന്നും അമേരിക്കൻ അന്തർദേശീയ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. എന്തായാലും വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിന്റെ ആവശ്യമുണ്ട്. കാരണം ബന്ദികളുടെ മോചനം അത് ആവശ്യപ്പെട്ട വലിയ തോതിൽ തന്നെയാണ് ഇസ്രായേലിലേക്ക്, പ്രത്യേകിച്ച് നെതന്യാഹുവിന്റെ വസതിയിലേക്ക് അടക്കം അതിന് മുന്നിൽ ടെന്റ് കെട്ടി ബന്ദികളുടെ ബന്ധുക്കളടക്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇന്നലെ മാത്രം ഒരൊറ്റ ഹമാസിന്റെ തിരിച്ചടിയിൽ, ഒരൊറ്റ ദിവസത്തെ തിരിച്ചടിയിൽ 24 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇതിനൊക്കെ തന്നെ ഒരു മറുപടി നൽകുകയാണെങ്കിൽ പൂർണ്ണമായും നാശം അത് സംഭവിക്കും. പക്ഷേ ബന്ദികളെ പുറത്തെത്തിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, അത് തന്നെയാണ് ഇനി നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറ് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.